ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ദീർഘയാത്ര പോവുകയാണ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഡബ്ലിനിലാണ്. ഡബ്ലിനിൽ നിന്ന് നമ്മൾ ഗോൾവേ പോവും. ഗോൾവേ എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ വെസ്റ്റ് സൈഡിലുള്ളൊരു സ്ഥലമാണ് ഗോൾവേ. അപ്പോൾ ഗോൾവേയിലേക്ക് പോവും. അവിടെ നിന്ന് നേരെ ക്ലിഫ്സ് ഓഫ് മോഹറൊക്കെ കാണാൻ പോവും. അവിടെ നിന്ന് നേരെ തിരിച്ച് ഡബ്ലിനി വന്നിട്ട് നമ്മൾ കാറിലാണ് മൊത്തം പോകുന്നത്. ഡബ്ലിനി വന്നിട്ട് ഡബ്ലിൻ പോർട്ടിൽ പോയി ഷിപ്പ് എടുത്ത് നേരെ UK പോകും. UK വെയിൽസിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് ലണ്ടനിൽ പോവും. ലണ്ടനിൽ നിന്ന് UKയുടെ നോർത്ത് സൈഡായ ന്യൂ കാസിലോട്ട് പോവും. അവിടെ നിന്ന് സ്കോട്ട്ലൻഡ്. അങ്ങനെ ഒരു ദീർഘയാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി യാത്രയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല കിടുക്കാച്ചി വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ കിതച്ചാണ് പറയുന്നത്. കാരണം എനിക്ക് എക്സാം ആയിരുന്നു. ഡാഡിയും മമ്മിയും വന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ചേച്ചിയും ചേട്ടനും ലണ്ടനിൽ നിന്ന് കസിൻ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ കാറും കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി. എനിക്ക് നിർഭാഗ്യവശാൽ ഇന്ന് എക്സാം വന്നു. അപ്പോൾ എക്സാം എഴുതാതെ പോകാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് എഴുതിയാൽ മതിയായിരുന്നു. എക്സാം 10 to 1 ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ 2 മണി ആവാറായി. ബസ് 2:05 ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഓട്ടത്തിലാണ്. ഞാൻ ഇവിടെ നിന്ന് നേരെ ബസ് കയറി ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ പോകും. അവിടെ ചെന്നിറങ്ങി അവിടെ നിന്ന് ട്രെയിനാണ് ഗോൾവേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഈ ഫോൺ വെച്ചിട്ട് വേണം എനിക്ക് ഓടാൻ. കാരണം തീരെ സമയമില്ല. ഓടി വന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ലേ. എൻ്റെ കൺമുന്നിൽ കൂടെ ബസ് പോയി ഗൈസ്. അതുകൊണ്ട് 10-20 മിനിറ്റോടെ പോസ്റ്റായിരുന്നു. മാപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത ബസ് വരുമ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അതിന് സമയത്തിന് ട്രെയിനിൻ്റെ സമയത്തിന് മുന്നേ എത്തുമെന്നാണ് കാണിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുമ്പോഴേക്കും നമ്മുടെ ബസ് വരുന്നുണ്ട് ഗൈസ്. 1:45 ആണ്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്താ പറയുക, ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. പിന്നെ ഇതിൽ കയറാം. നമ്മളിവിടെ ഈ കാർഡ് ടാപ്പ് ചെയ്തു നമുക്ക് നേരെ മുകളിൽ പോയിരിക്കാം. മുകളിലിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ പിന്നെ അവിടെ പോയിരുന്നാൽ മതിയല്ലോ. താങ്ക് യു. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ബസ് കുറച്ച് ഡിലേ ആയി. ഇതാണ് നമ്മുടെ ബസ്. ഇനി 7 മിനിറ്റ് നടക്കാനുണ്ട് സ്റ്റേഷനിലേക്ക്. ട്രെയിൻ വന്നത് 3:35 3:35 ഇപ്പോൾ ഓൾറെഡി 25 കഴിഞ്ഞു. 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഈ സ്റ്റേഷനിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോകണ്ട. ഇതിന് മുന്നേ പോയിട്ടില്ല. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് ലോങ് പോകുന്ന ട്രെയിനുകളൊക്കെ പോകുന്നത്. അതായത് ഗോൾവേ, അതായത് അയർലൻഡിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഹ്യൂസ്റ്റൺ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. ഇന്ന് മൊത്തത്തിൽ വൈകലാണ്. ബസ് നോക്കി എന്നിട്ട് ബസ് പോയി. ഈ ട്രെയിനും കൂടി പോയാൽ തീർന്നു. അതുകൊണ്ട് ഓടിപ്പോയി ട്രെയിൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് വരാം. അതാണ് ഗൈസ് സ്റ്റേഷൻ, ഹ്യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ. അതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ. ബസ് ഇറങ്ങിയതൊരു സ്റ്റോപ്പ് മുന്നായി പോയി. അവിടെ നിന്നിട്ട് ഇറങ്ങി ഓടി. എന്നെ ബസ്സും പറ്റിച്ചു ഗൈസ്. അയ്യോ കാണിക്കുന്നു. പിന്നെ സംഭവബഹുലമായ യാത്രയായിരുന്നു. ആദ്യം ട്രെയിൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. പ്ലാറ്റ്ഫോം 8 നമ്മുടെ ട്രെയിൻ വരുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗോൾവേക്കുള്ളത് പ്ലാറ്റ്ഫോം 8. 3:35 ഉണ്ട്. പ്ലാറ്റ്ഫോം 8 എവിടെയാണ്? അപ്പോൾ തപ്പി കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് പോയി കയറാൻ നോക്കട്ടെ. തൽക്കാലം ഇതേതാ കോച്ചാണോ? കോച്ച് A ആണിത്. നമ്മുടെ കോച്ചും കോച്ച് A ആണ്. അയ്യോ, ഫൈനലി നമുക്ക് ട്രെയിൻ കിട്ടി ഗൈസ്. സീറ്റ് കണ്ടുപിടിക്കാം. 39 ആണ് നമ്മുടെ സീറ്റ്. 39 പോയിരിക്കാം. സംഭവബഹുലമായ ഓട്ടമായിരുന്നു. സംഭവബഹുലമായ ഓട്ടം. ഞാൻ അവിടെ നിന്ന് ബസ്സാണെങ്കിൽ
മാപ്പിൽ കാണിച്ച സ്റ്റേഷൻ ഞാൻ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ്റെ മുന്നിൽ നിർത്തുന്നതാണ് കാണിച്ചത്. പക്ഷെ ഞാൻ ഇടയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം. പിന്നെ ബ്ലോക്ക് വരുന്നു. എന്നാൽ പിന്നെ ഞാൻ എന്തായാലും ഇറങ്ങാമെന്ന് വെച്ച് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ 7 മിനിറ്റ് നടക്കാൻ കാണിച്ചു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഓടി, ഒറ്റ ഓട്ടമായിരുന്നു. ഓടി ഇവിടെ വന്നപ്പോഴേക്കും 30 കഴിഞ്ഞു, 3:30 കഴിഞ്ഞു. 3:35 ട്രെയിൻ പോകും. ഇപ്പോൾ ഓൾറെഡി ഡോറ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നേരെ ആ ബോർഡിൽ ട്രെയിനും പ്ലാറ്റ്ഫോം ഏതാന്ന് നോക്കി നേരെ ഓടി വന്ന് കയറി. അവിടെ ചെക്കിങ്ങിൻ്റെ സ്ഥലത്ത് ചെക്ക് ചെയ്യുന്ന ആൾ കയറി പൊക്കണം പറഞ്ഞു, ഡോറ് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. നമ്മൾ കയറി പോകുന്നു. ട്രെയിൻ വിട്ടു, കയറിയിരുന്നു, ട്രെയിൻ വിട്ടു. നമ്മൾ കയറിയിരുന്നത് 3:35 ആയപ്പോഴൊന്നും കയറിയിരുന്നു. കറക്റ്റ് 3:33 കയറിയിരുന്നത്. കറക്റ്റ് 3:35 ട്രെയിൻ വിട്ടു. ഇനി ശ്വാസമൊക്കെ ഒന്ന് എടുക്കട്ടെ, കിതക്കിൽ മാറ്റിയിട്ട് വരാം. ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഗോൾവേക്ക് പോകുന്ന ട്രെയിനാണ്. അതായത് ഡബ്ലിനിൽ നിന്ന് ഗോൾവേക്ക് പോകുന്നു. ഇതിപ്പോൾ 3:30 വിട്ടു, അവിടെ ചെല്ലും ഗോൾവേയിൽ 6 മണിയാകുമ്പോഴേക്ക് എത്തും. 2.5 മണിക്കൂറിൻ്റെ ജേണിയാണ് ഉള്ളത്. ഞാൻ ബസ് നോക്കിയപ്പോഴും 2.5 മണിക്കൂർ തന്നെയാണ് കാണിച്ചത്. ട്രെയിൻ കുറച്ച് വളഞ്ഞു പോകുന്നതുകൊണ്ട് ട്രെയിനും 2.5 മണിക്കൂർ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ ട്രെയിനാണല്ലോ, അതുകൊണ്ട് ട്രെയിൻ എടുക്കാമെന്ന് വെച്ചു. ട്രെയിൻ പിന്നെയും കുറച്ചുകൂടി പൈസയും കുറവാണ്. മറ്റേ സിറ്റി ലിങ്ക് എന്ന് പറഞ്ഞത് ഞാൻ സ്റ്റുഡൻറ്റ് ലീവ് കാർഡ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ, അതായത് യങ് അഡൽട്ട് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കാണിച്ചത് €10 ആണ് കാണിച്ചത്. അതായത് ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് ഗോൾവേ വരെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ലിനിൽ നിന്ന് ഗോൾവേ വരെ 8:30 ആണ് വന്നത്. അപ്പോൾ ട്രെയിൻ തന്നെ എടുക്കാമെന്ന് വെച്ചു, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണല്ലോ. പിന്നെ എൻ്റെ സീറ്റ് വന്നത് 39 ആണ്. 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആണ് കാണുന്നത്. 39 ശരിക്കും അവധിയാണ്. അപ്പോൾ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോച്ച് എ തന്നെ എടുത്തു. കോച്ച് എയിൽ എങ്ങോട്ടാണ് ട്രെയിൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോച്ച് എ ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ നേരെ പോകും. ഇവിടെ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ ആയതുകൊണ്ട് നേരെ പോകുന്നൊക്കെ വിചാരിച്ച് 39 എടുത്തു. അതായത് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരിക്കാവുന്ന രീതിയിൽ. പക്ഷെ ട്രെയിൻ പറ്റിച്ച് ട്രെയിൻ നേരെ തിരിച്ചാണ് പോകുന്നത്. അതായത് കോച്ച് എ വേണ്ടത് ഏറ്റവും ബാക്കിലാണ്. ഇവിടെ നിന്ന് നേരെ തിരിച്ചാണ് ട്രെയിൻ പോകുന്നത്. 39 എന്ന് പറയുന്ന സീറ്റ് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചേർന്നിരിക്കണല്ലേ, അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സീറ്റിൽ പുള്ളി ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പോയില്ല. നമുക്ക് തിരിഞ്ഞിരിക്കേണ്ട അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പുള്ളിയോടൊന്നും മിണ്ടാതെ നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ കയറിയിരിക്കുകയെന്ന് വെച്ചു. അങ്ങനെ ഇപ്പം 2.5 മണിക്കൂർ, 6 മണിയാകുമ്പോഴേക്കും അവിടെ ചെല്ലും. ഡാഡിയും മമ്മിയും അവർ ഓൾറെഡി ഗോൾവേ എത്തിയിട്ടുണ്ട്. അവരവിടെ കയൽമുറബിയും കാര്യങ്ങളൊക്കെ കാണാൻ പോകും. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഗോൾവേ സിറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെല്ലാൻ നേരം ആകുമ്പോഴേക്കും അവർ സിറ്റിയിലോട്ട് വരും. എന്നിട്ട് സിറ്റി കാണണം. പിന്നെ അവിടെ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി കിടന്ന് പിറ്റേ ദിവസം നാളെയാണ് നമ്മൾ ക്ലിഫ്സ് ഓഫ് മോഹർ പോകണേ. ക്ലിഫ്സ് ഓഫ് മോഹറും അതുപോലെ ഡൂളിൻ ഫെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ കാണാം. ഇതാണ് ട്രെയിനിലെ വാഷ്റൂം. ട്രെയിനിലെ വാഷ്റൂമിൽ ആളുണ്ടാവാമോ നോക്കാം. ഇല്ല, ആളില്ല. വൃത്തിയൊക്കെ കുറവാട്ടാ. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പോയേക്കാം. കയറി ലോക്ക് ഇങ്ങോട്ട് ആക്കി നോക്കിയിട്ട് നൈസ്. ഇതിൽ സിങ്ക് ഇച്ചിരി വൃത്തിയാണെങ്കിൽ കിടക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാട്ടോ. അത് വേണ്ട. വെള്ളം പറഞ്ഞെങ്കിൽ നമ്മളിവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരും. അതുപോലെ ഡ്രയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് കാറ്റ് വരും. സോപ്പ് വരാം. സോപ്പ് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നില്ല വെള്ളം. സംഭവം അടിപൊളിയാണ്. കയറി കഴിഞ്ഞാൽ താങ്ക് യു ഒക്കെ പറഞ്ഞു. ഇവിടെ ബേബി ചേഞ്ചിങ്ങിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അൺലോക്ക് ചെയ്ത് പുറത്ത് അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 135 km/h നമ്മുടെ ട്രെയിൻ പോകുന്നത്. നേരത്തെ 160, 170 ഒക്കെ പോയായിരുന്നു. അത് പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പോഴാണ് വീഡിയോ എടുത്തത്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമ്മളിപ്പോൾ അയർലൻഡിൻ്റെ ഈസ്റ്റ് സൈഡിൽ നിന്ന് നേരെ വെസ്റ്റ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾവേ വരുന്നത് വെസ്റ്റ് സൈഡിലാണല്ലോ. അപ്പോൾ വെസ്റ്റ് അവർ 6 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. ഇനിയിപ്പോൾ ഒരു 15-20 മിനിറ്റ് കൂടി ഉള്ളൂ. അപ്പോഴേക്കും ഗോൾവേ എത്തും. അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ഗോൾവേ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങുമായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ അയർലൻഡിലെ ട്രെയിൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സീറ്റ് വരുന്നത്. അതായത് 4 സീറ്റ് കൂടുമ്പോൾ ടേബിൾ വരും. എല്ലാ സീറ്റുകളും അതുപോലെ തന്നെ. ഇങ്ങനെ അല്ലാത്ത ട്രെയിനുകളും ഉണ്ട്. അതായത് നേരെ അങ്ങോട്ടേക്ക് മാത്രം പകുതി എത്തി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ട്രെയിനുകളുണ്ട്. പക്ഷേ ഈ ട്രെയിൻ ഇങ്ങനെയുള്ള ട്രെയിനാണ്. നമ്മുടെ UK ട്രെയിന് പോയത്
ന്യൂ കാസ്റ്റിലിൽ നിന്ന് ലീഡ്സിലേക്കാണ് ഇതുപോലത്തെ ഒരു ട്രെയിൻ പോയത്. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം. അനൗൺസ്മെൻറ്റ് ആദ്യം ഐറിഷിലാണ് ഇവിടെ അനൗൺസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അനൗൺസ് ചെയ്യും. ഇങ്ങനത്തെ ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്നത്. സാധാരണ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ അടുത്ത സ്റ്റോപ്പ് എത്താണ് അതിൻ്റെ അനൗൺസ്മെൻറ്റ്. കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ട്രെയിനിൽ കയറാറുണ്ട്. അതായത് ഡൺലേരിയിൽ നിന്ന് കൊണോളിക്കൊക്കെ ഇതുപോലത്തെ ട്രെയിൻ ഇടയ്ക്ക് കിട്ടും. പക്ഷെ ഇത്രയും സ്പീഡിലൊന്നും അവിടെ പോകാൻ പറ്റില്ല, കാരണം ഡാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ അതായത് ഡബ്ലിൻ കൗണ്ടിയുടെ ഉള്ളിൽ മാത്രമേ ഡാർട്ട് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഡബ്ലിൻ കൗണ്ടി കഴിഞ്ഞതുകൊണ്ട് വേറെ ഡാർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ പോകും. എന്നാലാണല്ലോ ഇത്രയും സമയം 2.5 മണിക്കൂർ കൊണ്ട് ഓടി എത്താൻ പറ്റുള്ളൂ. നമുക്ക് ഗോൾവേ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗോൾവേ എത്തി ഗൈസ്. നമുക്ക് കടലിങ്ങനെ കാണാം. അതിൻ്റെ അപ്പുറത്തെ മൗണ്ടൻസ് കാണാം. ഈ സൈഡിൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതാണ്. ബ്ലൂ സ്കൈ. ഇങ്ങനെ 6 മണിയായല്ലോ, ഏകദേശം ഇരുട്ടാവാറായിട്ടില്ല. ഇരുട്ടാവുന്നത് ശരിക്കും ഇപ്പം സൺസെറ്റ് 8:30ക്കാണ് വരുന്നത്. എല്ലാവരും എണീറ്റു. ഇതാന്ന് തോന്നുന്നു ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. എണീക്കണം. ഇവിടെ ഓരോ സ്റ്റേഷനും എന്തോരം ഡിസ്റ്റൻസിലാണെന്ന് എഴുതി കാണിക്കും. നെക്സ്റ്റ് സ്റ്റേഷൻ ഇത്ര കിലോമീറ്ററിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. ഗോൾവെത്താണ് നമ്മൾ ട്രെയിനിൻ്റെ നമ്മൾ പിരിക്കേണ്ട ഏറ്റവും ബാക്കിലാണ്. ട്രെയിനിൻ്റെ ഫ്രണ്ട് അവിടെ പോകണതാണ്. അതുപോലെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇറങ്ങണം. നമ്മൾ ടിക്കറ്റ് എടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് എടുത്തത് irish.rail.i എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അതിൽ സ്റ്റുഡൻ്റാന്ന് പറഞ്ഞ് കൊടുത്ത്, പക്ഷേ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവർ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലീവ് കാർഡ് കാണിച്ചു കൊടുക്കണം. പക്ഷേ ആരും വന്നോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തി ഇനി ഇവിടെ നമുക്ക് ഇറങ്ങണം. എല്ലാവരും ഇവിടെ പെട്ടികളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാഗ് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വയ്ക്കാനുണ്ടായില്ല. നേരെ ഇറങ്ങി അവരെവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കാം. ഇതാണ് ട്രെയിൻ ബേസ്. നമ്മളിവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. കാരണം ഇവിടെ ഡബ്ലിൻ ബസ്സോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ബസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബസ്സൊക്കെ എടുത്തിട്ട് പോവാം. അവരെവിടെയാണെന്ന് അറിഞ്ഞൂടാ, അവരെവിടെയാണെന്ന് ഇനി കണ്ടുപിടിക്കണം. അത് ടാക്സിയും അതുപോലെ ബസ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ട്രെയിനിൽ വെച്ച് തന്നെ അവർ അനൗൺസ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഗോൾവേയുടെ മണ്ണിൽ കാല് കുത്തി ഗൈസ്. അവിടെ ഡബ്ലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നടവ് കൂടുതലാണ് ചെറിയ രീതിയിൽ. കാരണം വെസ്റ്റിലോട്ട് വരുമ്പോൾ അറ്റ്ലാന്റിക് ഓഷൻ്റെ അടുത്താണല്ലോ, അതുകൊണ്ട് ചെറിയ രീതിയിൽ തണവുണ്ട്. എല്ലാവരും എങ്ങോട്ടാണ് പോണേ? എല്ലാവരും പോണവരുടെ പിന്നാലെ ഞാനും പോകണം. എവിടെ പോയി നിൽക്കും? വണ്ടികൾ വരുന്ന സ്ഥലം, ഇത് ബസ് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ബസ്സുകളാണ്, കാറൊന്നും വരുന്ന സ്ഥലം കാണുന്നില്ല. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകണമായിരിക്കും, പോയി നോക്കാം. അവർ വരാൻ കുറച്ച് സമയം എടുക്കും, കാരണം ട്രാഫിക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ അതാണ് ഗോൾവേ സ്റ്റേഷൻ. അത് നമ്മൾ ഇറങ്ങി വന്നത് ആ വഴിക്കാണ്. അവിടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല നല്ല അടിപൊളി ഒരു പാർക്കുണ്ട്. ഇവിടെ ആരൊക്കെയോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. അപ്പച്ചൻ വൈബാണല്ലോ. അവര് മൈക്ക് വെച്ച് പാടുന്നു, അപ്പച്ചൻ മൈക്കില്ലാതെ വൈബില് പാടുന്നു. എന്തായാലും അവർ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വെച്ചു. സിറ്റി നടക്കാവുന്ന ദൂരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അത് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗോൾവേ ബൈ ബൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ? അതായത് ആൾക്കാരിരുന്ന് പെഡൽ വെച്ച് ചവിട്ടും, ഒരാളത് കൺട്രോൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ സിറ്റി കൂടെ ഡബ്ലിനിലും ഉണ്ട് ഈ സംഭവം. ആൾക്കാർ ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് വരുമ്പോൾ അവരിരുന്ന് ചവിട്ടും, ഒരാൾ അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ചവിട്ടി സിറ്റി ഇങ്ങനെ പെഡൽ ചവിട്ടി സിറ്റി കറങ്ങി കാണുന്നൊരു സംഭവം. ഇവിടെയും TFIയുടെ ബസ്സുകളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഡബ്ലിനിൽ മാത്രമേ TFIയുടെ ബസ്സുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെയും TFIയുടെ ബസ്സുകൾ കാണുന്നുണ്ട്. നമ്മൾ ലീവ് കാർഡ് വെച്ച് ട്രാവൽ ചെയ്യുന്ന ബസ്സുകളില്ലേ, അത്. എങ്ങോട്ടെങ്കിലുമൊക്കെ നടന്നു നോക്കാം, എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ലല്ലോ. എയർ സ്ക്വയർ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്, എയർ സ്ക്വയർ. അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. അതുപോലെ ഈ കാണുന്നത് എന്തോ ഫൗണ്ടൻ എന്തോ ആണ്.
ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻസ് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. ഇനി വേറെ വല്ലതുണ്ടോ എന്ന് നോക്കട്ടെ. അത് അങ്ങോട്ട് നോക്കൂ, ആ തല ഉയർത്തി നിൽക്കുന്നതാണ് ഗോൾവേ കത്തീഡ്രൽ. അതിൻ്റെ അടുത്തൊരു സാൽമൺ വെയർ ബ്രിഡ്ജോ അങ്ങനെ എന്തോ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ കണ്ടു. അപ്പം പിന്നെ അതും കത്തീഡ്രലും ഒരുമിച്ച് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയണ പോലെ അടുത്ത് കിട്ടൂലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. നല്ല വെയിലാണ്, പക്ഷെ തണുപ്പുണ്ട് നല്ല രീതിയിൽ. പോയി നോക്കാം. ഈ കാണണ്ടാന്ന് തോന്നുന്നു ബ്രിഡ്ജിൻ്റെ നേരെ അവിടെ കത്തീഡ്രലും. സൂര്യൻ ഉച്ചയിലടിച്ചാൽ നോക്കണേ. കത്തീഡ്രൽ ഇങ്ങനെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ എന്തോ കിണറോ, കിണറാവാൻ വഴിയില്ല. എന്തിനാ ഇവിടെ കിണർ? ഇത് ഒഴുക്കുള്ള വെള്ളമാണല്ലോ. ഇതിങ്ങനെ കാണാൻ വേണ്ടി വെച്ചാ ഇതിക്കൂടെ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇത് ചെറിയൊരു തോട് പോകണ്ടാ, അതിൻ്റെ അപ്പുറത്താണ് ഒഴുക്കുള്ള വെള്ളം പോകുന്നത്. കണ്ടോ, ഇത് ചെറിയൊരു തോടാ. കത്തീഡ്രൽ നേരെ ഫ്രണ്ടില്. നമുക്ക് ബ്രിഡ്ജിൽ കയറി നോക്കാം. നല്ല ഒഴുക്കുണ്ടല്ല, നല്ല ഒഴുക്കുണ്ട് ഗൈസ്. കണ്ടോ, ഈ കോട കാണിക്കാം. വിചാരിച്ച പോലെ അല്ലാട്ടോ, നല്ല ഒഴുക്കുണ്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു കളറ് കണ്ടോ, ഒരു കൊക്കക്കോളയുടെ ഒക്കെ കളറിന്റെ ആ ഒരു ഇതിൽ ഫോക്കസ് മാറിപ്പോയി. കൊക്കക്കോളയുടെ ഒക്കെ ഒരു കളറിലുള്ള പോലെ പതഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാ കാണാം. ഇതാണ് ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നേരെ നോക്കിയാൽ നമുക്ക് കത്തീഡ്രൽ കാണാം. സൂര്യൻ ബാക്കിൽ പോയത് കൊണ്ട് അത്യാവശ്യമായി നല്ല രീതിയിൽ കത്തീഡ്രൽ ഇപ്പോൾ കാണാം. 7 മണിക്ക് അടയ്ക്കും, 15 രൂപയുള്ളൂ. ഇതാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾവേ കത്തീഡ്രൽ. ഇത് കണ്ടില്ല എന്ന് വേണ്ടല്ലോ ഇവിടെ വന്നിട്ട്. അവിടെ ഷട്ടറോ കാര്യങ്ങളോ എന്തോ ഉണ്ട്, അതാണ് അത്രയും ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അവിടെ നിന്ന് അത്രയും ഫോഴ്സിൽ തന്നെ വെള്ളമാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഇത് പെഡസ്ട്രിയൻസിനും സൈക്ലിസ്റ്റുകാർക്കും ഉള്ള ബ്രിഡ്ജാണിത്. അപ്പുറത്ത് വണ്ടികൾ പോകാനുള്ള ബ്രിഡ്ജും. എനിക്ക് തോന്നുന്നു ഈ 2 ബ്രിഡ്ജിനെയും ഈ സാൽമൺ വെയർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് തോന്നുന്നു. ഇവിടെ നെയിം യുവർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ബ്രിഡ്ജിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് QR കോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പോസ്റ്റർ കാണാം. അവിടെ ആരോ ഗോഡ് ബ്രിഡ്ജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് പേര് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അവർ വന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അവർ വരാൻ ഇനിയും 1 മണിക്കൂറോളം എടുക്കും. ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്തിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഗോൾവേ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ്. ഇനി നമ്മൾ നാളെ ക്ലിഫ്സ് ഓഫ് മോഹർ പോകുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് ഡൂളിൻ ഫെറി ഒക്കെ ഉണ്ട്. അതായത് കടലിൽ നിന്ന് ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ നല്ല അടിപൊളി വീഡിയോസ് ഓൺ ദ വേ ആണ്. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.